നമസ്കാരം. തിരുവനന്തപുരം വട്ടപ്പാറയിൽ മഹിളാ കോൺഗ്രസ് നേതാവായ ബീനയുടെ ഭർത്താവ് അജിത് കുമാർ മരിച്ച സംഭവത്തിൽ വൻ ദുരൂഹതകളെന്ന സൂചന. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ബീനയ്ക്ക് സീറ്റ് നൽകരുതെന്നും നൽകിയാൽ താൻ പരസ്യമായി ഭാര്യയ്ക്കെതിരെ രംഗത്തിറങ്ങുമെന്നും ഫേസ്ബുക്കിലൂടെ അജിത് ഭീഷണി മുഴക്കിയത് ചർച്ചയായിരുന്നു. ദീപാവലിയുടെ തലേ ദിവസം ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച വീട്ടനാട് സ്വദേശിയായ അജിത്തിന്റെ മരണകാരണം സംബന്ധിച്ച് വീട്ടുകാർ നൽകിയ ആദ്യ മൊഴികൾ കളവാണെന്നാണ് ഇപ്പോൾ തെളിയുന്നത്. അജിത് അമിതമായി ഗുളിക കഴിച്ചാണ് മരിച്ചതെന്നായിരുന്നു ബീനയും മകൻ വിനായക് ശങ്കറും പോലീസിനോട് ആദ്യം പറഞ്ഞിരുന്നത്. മരണകാരണം തലക്കേറ്റ മാരകമായ അടിയാണെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമായതോടെ കേസ് കൊലപാതകമാണോ എന്ന സംശയം ബലപ്പെട്ടു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നതോടെ അജിത്ത് തല ഭിത്തിയിലിടിച്ചാണ് മരിച്ചതെന്ന് പറഞ്ഞ് ബീന മൊഴി മാറ്റിയതും പോലീസിനെ ഞെട്ടിച്ചിട്ടുണ്ട്. മരണത്തിന് തൊട്ടു പിന്നാലെ വീട് പെയിന്റ് അടിച്ച് തെളിവ് നശിപ്പിക്കാൻ ശ്രമിച്ച ബീനയുടെ നീക്കമാണ് ഇപ്പോൾ പ്രധാനമായും സംശയനിഴലിലുള്ളത്. മരണത്തിന് മുൻപ് അച്ഛനും മകനും തമ്മിൽ കടുത്ത സംഘർഷം ഉണ്ടായതായി മകൻ വിനായക് ശങ്കർ തന്നെ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. മദ്യപിക്കാൻ പോകുന്നതിനായി അജിത്ത് ചോദിച്ച വാഹനത്തിന്റെ താക്കോൽ നൽകാത്തതിനെ തുടർന്നുണ്ടായ തർക്കത്തിൽ തന്നെ ടോർച്ച് കൊണ്ട് മർദ്ദിക്കാൻ വന്ന അച്ഛനെ വടികൊണ്ട് തിരിച്ചടിച്ചതായിട്ടാണ് മകന്റെ വെളിപ്പെടുത്തൽ. അച്ഛൻ ആത്മഹത്യ ചെയ്യാൻ പോകുന്നുവെന്ന് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത ശേഷം അത് ഡിലീറ്റ് ചെയ്തുവെന്നും വിനായക് വാദിക്കുന്നു. എന്നാൽ തന്റെ മകൻ ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ലെന്ന് അജിത്തിന്റെ മാതാപിതാക്കൾ ഉറപ്പിച്ചു പറയുന്നു. വലിയൊരു ക്രിമിനൽ ഗൂഢാലോചനയിലേക്കാണ് ഇത് വിരൽ ചൂണ്ടുന്നത്. മരണം വന്നയുടൻ വീട് പെയിന്റ് അടിച്ചതിനെ കുറിച്ച് പോലീസ് ചോദിച്ചപ്പോൾ വീട് വൃത്തിയാക്കി പൂട്ടിയിടുക മാത്രമാണ് ചെയ്തതെന്നാണ് ബീനയുടെ ന്യായീകരണം. എന്നാൽ ബീനയുടെ വാദം പൊളിച്ച് വീട് പെയിന്റ് ചെയ്തിരുന്നുവെന്ന് പെയിന്റിംഗ് തൊഴിലാളി തന്നെ പോലീസിന് മൊഴി നൽകി കഴിഞ്ഞുവെന്നാണ് സൂചന. മുൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കൂടിയായ ബീന വെമ്പായം പഞ്ചായത്തിലെ കണക്കോട് വാർഡിൽ നിന്ന് ഇത്തവണ മത്സരിച്ച് പരാജയപ്പെട്ടിരുന്നു. പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. മകൻ വിനായക് ശങ്കറിനെതിരെ കൂടുതൽ നിർണായകമായ തെളിവുകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ടെന്നാണ് സൂചന. അച്ഛനെ വടികൊണ്ട് തിരിച്ചടിച്ചു എന്ന മകന്റെ മൊഴി ഭാഗികമായി ശരിയാണെങ്കിലും ഇത് ആത്മരക്ഷയ്ക്കായിരുന്നോ അതോ മനഃപൂർവ്വമായ ആക്രമണമായിരുന്നോ എന്നതിലാണ് ഇപ്പോൾ അന്വേഷണം കേന്ദ്രീകരിക്കുന്നത്. അജിത്തിന്റെ തലയുടെ പിൻഭാഗത്തേറ്റ മാരകമായ മുറിവ് ഒരു വടി കൊണ്ടുള്ള ശക്തമായ അടിയിലൂടെ മാത്രമേ സംഭവിക്കൂ എന്ന് ഫോറൻസിക് വിദഗ്ധർ സാക്ഷ്യപ്പെടുത്തുന്നു. കൂടാതെ അജിത് ആത്മഹത്യ ചെയ്യാൻ പോകുന്നുവെന്ന് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തുവെന്ന മകന്റെ അവകാശവാദം സൈബർ സെല്ലും പരിശോധിച്ചു വരികയാണ്. ഈ പോസ്റ്റ് അജിത്ത് തന്നെ ഇട്ടതാണോ അതോ ഫോൺ കൈക്കലാക്കി മറ്റാരെങ്കിലും പ്ലാൻ ചെയ്തതാണോ എന്നതിലും സംശയമുണ്ട്. അജിത്തിന്റെ മാതാപിതാക്കൾ നൽകിയ മൊഴി പ്രകാരം കുടുംബത്തിൽ ബീനയുടെ രാഷ്ട്രീയ പ്രവർത്തനത്തെ ചൊല്ലി നിരന്തരം കലഹങ്ങൾ നടക്കാറുണ്ടായിരുന്നു. തിരഞ്ഞെടുപ്പ് ഫലം വന്നതിന് പിന്നാലെ ഈ തർക്കം രൂക്ഷമായതും അന്നേ ദിവസം വീട്ടിൽ നടന്ന അസ്വാഭാവികമായ കാര്യങ്ങളും ദുരൂഹത കൂട്ടുന്നു. വീട് പെയിന്റ് അടിച്ച തൊഴിലാളിയുടെ മൊഴിയും കേസിൽ വഴിത്തിരിവാണ്. ചുമരിലെ രക്തക്കറകൾ മായ്ച്ചു കളയാനാണോ തിടുക്കപ്പെട്ട് പെയിന്റിംഗ് നടത്തിയതെന്നും പോലീസ് പരിശോധിക്കുന്നു. ബീനയുടെയും മകന്റെയും ഫോൺ റെക്കോർഡുകളും പോലീസ് പരിശോധിക്കുന്നുണ്ട്.